KSRTC MD ടോമിൻ തച്ചങ്കരിയെ പുറത്താക്കിയ ശേഷം ട്രേഡ് യൂണിയനുകൾ വീണ്ടും സർവാധികാര പ്രവണത കാട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപങ്ങളിലൊന്ന്. കാൽ നൂറ്റാണ്ടിനിടെ ആദ്യമായി സ്വന്തം വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ കോർപ്പറേഷനെ പ്രാപ്തമാക്കിയ MDയെ പുറത്താക്കുക വഴി എല്ലാ പരിഷ്കരണ നടപടികളെയും നന്നാകൽ സാധ്യതകളെയും യൂണിയനുകൾ അട്ടിമറിക്കുന്നുവെന്ന്. യൂണിയനുകൾ വീണ്ടും ഇത്തരം ഇടപെടൽ തുടങ്ങിയ സാഹചര്യത്തിൽ കോർപ്പറേഷന്റെ ഭാവി എന്താണെന്ന് പരിശോധിക്കുകയാണ് കേരള സമിറ്റ് ഇന്ന്. പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. യൂണിയനുകൾ വീണ്ടും കരുത്താർജിക്കുമ്പോൾ പഴയ നഷ്ടവഴിയിലേക്ക് വണ്ടി തിരികെയോടുമോ? കോർപ്പറേഷനെ എന്തു വില കൊടുത്തും നന്നാക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത സർക്കാർ ഇപ്പോൾ ഇരട്ടത്താപ്പിലേക്ക് മാറിയോ? എത്ര തവണ പൊതുഖജനാവിൽ നിന്ന് പണം കൊടുത്ത് ഇങ്ങനെ നിലനിർത്താനാവും ഈ വണ്ടിയെ? KSRTCയിൽ യൂണിയൻ രാജോ? നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഹരികൃഷ്ണൻ, KSRTC എംപ്ലോയീസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി, ശ്രീ ജോർജ് EK, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, പൊതുപ്രവർത്തകനായ ഡിജോ കാപ്പൻ, KSRTC എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീ VV ഹരിദാസ് എന്നിവരാണ്. ആദ്യം ശ്രീ ഹരികൃഷ്ണൻ, നിങ്ങളുടെ അടക്കം വലിയ സമ്മർദ്ദത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് CMD സ്ഥാനത്ത് നിന്ന് ടോമിൻ തച്ചങ്കരി പുറത്തേക്ക് പോകുന്നത്. സർക്കാരിന് വരെ ഒരു ഘട്ടത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്ന, ജനങ്ങളുടെ ഭാഗത്തു നിന്നും കോർപ്പറേഷനകത്തെ തൊഴിലാളികൾക്കിടയിൽ നിന്നും ഒരു വലിയ കയ്യടി നേടിയ CMD-യാണ് നിങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് പുറത്തേക്ക് പോകുന്നത്. ഇനി നിങ്ങൾ പറയും പ്രകാരം കോർപ്പറേഷനകത്ത് എന്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, അതുവഴി എങ്ങനെ കോർപ്പറേഷൻ ലാഭത്തിലാകുമെന്ന് താങ്കൾക്ക് വിശദീകരിക്കാമോ? ആമുഖമായി ആക്ഷേപം ഞങ്ങൾ നിഷേധിക്കുക. KSRTCയിലെ ട്രേഡ് യൂണിയനുകളുടെ ജോലി അവിടെ CMD-മാരെ കൊണ്ടുപോകലോ അല്ല. പൊതുവിൽ തൊഴിലാളി യൂണിയനുകൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. KSRTCയിൽ വ്യത്യസ്തമായി ഞങ്ങളുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുന്ന ഘട്ടത്തിലും പ്രതിസന്ധിയിലായ സ്ഥാപനത്തിൻ്റെ പക്ഷത്തു നിന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് മനുഷ്യാവകാശ ധ്വംസനത്തോളം വളരുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. ഒന്നാമത് ശ്രീ ടോമിൻ തച്ചങ്കരി KSRTCയിൽ CMD-ആയി ചുമതലയേറ്റെടുക്കുന്ന ഏപ്രിൽ മാസത്തിൽ KSRTCയുടെ വരുമാനം എന്ന് പറയുന്നത് 194,90,00,000 രൂപ. ഒരു ദിവസത്തെ യാത്രക്കാരുടെ എണ്ണം 29,12,000. വലിയ കൊട്ടിഘോഷിച്ച് ചരിത്രത്തിലാദ്യമായി ശമ്പളം കൊടുത്തു എന്ന് പറയുന്ന ശബരിമലയുടെ വരുമാനമുണ്ടായിരുന്ന ജനുവരി മാസത്തിൽ 194,90,00,000 തുടങ്ങിയത് 189,71,71,00,000 കുറഞ്ഞു. യാത്രക്കാരുടെ എണ്ണം 29,12,000 എന്നത് 25,53,000 കുറഞ്ഞു. കഴിഞ്ഞ ആഗസ്റ്റ് മാസം കേരളം അപ്പാടെ പ്രളയത്തിൽ മുങ്ങി KSRTCയുടെ സർവീസുകൾ നടത്താതിരുന്ന മാസം പോലും 25,58,000 യാത്രക്കാരുണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട സമ്പത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ട്രേഡ് യൂണിയനുകൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല വേണ്ടത്. ഈ സ്ഥാപനമുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ എന്ന തികഞ്ഞ ധാരണയോടുകൂടി അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആവശ്യമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേരളത്തിലെ യാത്രക്കാരുടെ പക്ഷത്ത് നിന്നുകൂടിയുള്ള പ്രതിഷേധമാണ്. ഓക്കെ, ഡിജോ കാപ്പൻ, അത് നമുക്ക് പുറമേ നോക്കുമ്പോൾ ടോമിൻ തച്ചങ്കരി എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, അതുവഴി അദ്ദേഹത്തിന് കുറെ കയ്യടി കിട്ടുന്നു ഒഴിച്ചു നിർത്തിയാൽ KSRTCയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്ന യൂണിയനുകൾ അത് വിനാശത്തിലേക്ക് പോവുകയാണെന്ന് ശരിയായി തിരിച്ചറിയുന്നു. അങ്ങനെ തച്ചങ്കരിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നു. ആ പ്രതിഷേധത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ നീക്കാൻ സർക്കാർ നിർബന്ധിതമാകുന്നു. യൂണിയനുകളുമായി കൂടി സഹകരിച്ചു പോകുന്നവരാണ് അതിന്റെ തലപ്പത്ത് വരേണ്ടതെന്നാണ് മുഖ്യമന്ത്രി ആ യോഗത്തിൽ പോലും പറഞ്ഞത്. എന്ത് മനുഷ്യാവകാശ ധ്വംസനമാണ് ടോമിൻ തച്ചങ്കരിയുടെ ഉത്തരവ് പ്രകാരം നടപ്പാക്കിയത് എന്നും കൂടെ പ്രേക്ഷകരായ ഞങ്ങൾക്കും കഴിഞ്ഞ ഒരു 10-30 കൊല്ലക്കാലമായി KSRTCയെ പഠിക്കുകയും യാത്രാ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഞങ്ങൾ നോക്കിയപ്പം മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. 24 മണിക്കൂറിനിടയ്ക്ക് ഒരു ജീവനക്കാരനെ കൊണ്ട് 8 മണിക്കൂറേ ജോലി എടുപ്പിക്കാവുള്ളൂ. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ യാത്രക്കാരെ സംബന്ധിച്ച് കൂടുതൽ ജീവനക്കാർ ജോലി എടുത്താൽ എന്താണ് എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം. അതിന് ഞങ്ങൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. ഞങ്ങൾ പഠിച്ച KSRTCയുടെ അപകടങ്ങൾ അത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് 16-ാമത്തെയും 18-ാമത്തെയും മണിക്കൂറുകളിലാണ്. അപ്പം ഇതുകൊണ്ടാണ് ഞങ്ങൾ കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സിംഗിൾ ഡ്യൂട്ടി പാറ്റേണിലേക്ക് KSRTC മടങ്ങി വരണം. പക്ഷേ അന്ന് എല്ലാ കാലത്തും യൂണിയൻ ഇതിനെതിരാണെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മറുപടികൾ. ഇവിടെ ഏറ്റവും അവസാനം ടോമിൻ തച്ചങ്കരി ഇറങ്ങുന്നതിൻ്റെ 3 ദിവസം മുമ്പുണ്ടായ ഓർഡറും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ ഓർഡറിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നു, 30 കൊല്ലക്കാലമായി ഇല്ലാത്ത തസ്തിക കൺട്രോളിംഗ് ഇൻസ്പെക്ടർ, അങ്ങനെയുള്ള തസ്തികയിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ മുഴുവൻ ഫീൽഡിലേക്ക് ഇറങ്ങണം. ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മിക്കവാറും തച്ചങ്കരി ഉടനെ തെറിക്കും.
KSRTC-യിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള വന്ന ഏത് MD-മാരെ ഒരു കൊല്ലത്തിൽ കൂടുതൽ ഇവർ ഇരുത്തിയിട്ടുണ്ട്? കഴിഞ്ഞ കാലങ്ങളിൽ അനധികൃതമായി സ്വീകരിച്ചിട്ടുള്ള, ഇവിടെ മാത്രമല്ലല്ലോ, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ പൊതുഗതാഗത സംവിധാനമുണ്ട്. അവിടെയൊക്കെ CITയും INTUCയും BMSും ഉണ്ട്. അവിടെ ഇല്ലാത്ത ആനുകൂല്യങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഘടിത ശക്തിയുടെ പേരിൽ മേടിച്ചെടുത്തിട്ടുണ്ട്. അതിനെ കൈവയ്ക്കുന്ന ഒരു MD-മാർക്കും, അത് ടോമിൻ തച്ചങ്കരി എന്നല്ല, ഇനി നാളെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ തന്നെ ഇതിൻ്റെ MD ആയിട്ട് വന്നാലും അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രിയായിട്ട് 5 കൊല്ലം ഇരിക്കാൻ പറ്റും. പക്ഷേ KSRTC MD ആയിട്ട് അദ്ദേഹത്തിന് അതാണ് ആ കാര്യത്തിൽ താങ്കൾക്ക് കുറച്ച് കടത്തി പറയാനുള്ള കാര്യം. ശ്രീ ഹരിദാസ്, ഇവിടെ ഇപ്പോൾ ആദ്യം അതിനകത്ത് കണ്ട ഒരു കാര്യം, ഈ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം എന്നത് 8 മണിക്കൂറിൽ താഴെയുള്ള ഡ്യൂട്ടികൾക്കാണെങ്കിൽ ഒഴിവാക്കണമെന്നൊരു ആവശ്യമാണ്. ന്യായമെന്ന് പൊതുവേ തോന്നുന്ന ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിനകത്ത് യൂണിയനുകളുടെ പ്രത്യേകതമായ താല്പര്യമൊന്നുമില്ല എന്ന്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ മറിച്ച് അഭിപ്രായമുണ്ടോ? അത് സർവാധികാര പ്രയോഗത്തിൻ്റെ പ്രവണതയുടെ ആദ്യഘട്ടമാണെന്ന് എന്തോ നഷ്ടപ്പെടുമെന്നുള്ള അമിതമായ ഭയമാണ്. ഇവിടെ KSRTC-യിൽ ഒരു ടൈം ടേബിൾ സെല്ലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഹരീഷ് സഖാവ് അവിടെ ഇരുന്നിരുന്നതാണ്. ഈ ടൈം ടേബിൾ സെല്ലിൽ നിന്നും ഈ വണ്ടിയുടെ സമയം ഇറക്കിയിരിക്കുന്നത് ഡ്രൈവർമാർക്ക് ഓടിച്ചെത്താൻ പറ്റത്തില്ലാത്ത സമയത്താണ്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ ന്യായം തെറ്റാണ്. ഈ വണ്ടികളെല്ലാം ഈ ദീർഘദൂര സർവീസുകളിൽ ഡ്രൈവർ കം കണ്ടക്ടർ ഏർപ്പെടുത്തുന്നതിന് എന്തിന് ഇത്ര അസ്വസ്ഥരാകുന്നു എന്നുള്ള ചോദ്യത്തിന് അവർ തന്നെയാണ് ഇനി മറുപടി പറയേണ്ടത്. അതായത് CMD പോയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ പഴയപടിയാക്കാൻ അല്ലെങ്കിൽ മാറ്റിമറിക്കാൻ അവിടെ യൂണിയൻ ശ്രമിക്കുന്നുണ്ട്? കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരിൽ നിയമിക്കുന്നതിനൊരു മാനദണ്ഡമില്ലായിരുന്നു. അതായത് ട്രേഡ് യൂണിയനുകൾ, ഭരിക്കുന്ന കാലത്തെ കക്ഷികളിലുള്ള ട്രേഡ് യൂണിയനുകൾ അതിൻ്റെ യോഗ്യത നോക്കാതെ തന്നെ നിശ്ചയിച്ചൊരു ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തി അവരിലൂടെ യൂണിയൻ്റെ പ്രവർത്തനങ്ങളെ ഈ KSRTC-യുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ശ്രമമാണ് ഈ കാലങ്ങളിൽ അത്രയും നടത്തിക്കൊണ്ടിരുന്നത്. അതിന് തടയിട്ടു എന്നുള്ളതാണ് യൂണിയനെതിരെ തച്ചങ്കരി പ്രവർത്തിച്ചു എന്ന് പറയപ്പെടുന്ന സംഗതി. ശരി ശരി ശ്രീ ജോർജ് ഇ കെ, നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതായത് CMD-യുടെ പോക്കിന് ശേഷം കോർപ്പറേഷനകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നവരാണ് നിങ്ങൾ? ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പം 5ാമത്തെ MD-ആണ്. ഈ ടോമിൻ ജെ തച്ചങ്കരിയെ മാത്രമേ യൂണിയനുകൾ ഇടപെട്ട് മാറ്റിയെന്ന് നിങ്ങൾ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ പൊതുജനം ആരോപിക്കുന്നത്, അല്ലെങ്കിൽ ചാനലുകൾ ആരോപിക്കുന്നത്. ഒരു MD-യെ മാറ്റൽ ഒരു യൂണിയൻ്റെ പ്രവൃത്തിയല്ല, പണിയല്ല. ഒരു MD-യെ യൂണിയൻ പറഞ്ഞതിൻ്റെ പേരിൽ മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ആ ഗവൺമെൻറ്റിന് എന്താ അർത്ഥമാണുള്ളത്? അപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ നടപടികളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ചിന്തകളുണ്ട്. ആ ചിന്തകൾ നടപ്പാക്കുന്ന ഒരു MD, ആ MD-യെ മാറ്റാൻ അതിന് ഗവൺമെന്റിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടാകും. വലിയ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് എന്നും പരസ്യമായി തന്നെ MD ആക്ഷേപിക്കുന്നതിലേക്ക് സമരങ്ങളൊക്കെ പോകുന്നു എന്ന് കേരളം കണ്ടതാണ്. എന്നിട്ട് കൂടി പക്ഷേ സർക്കാർ വളരെ കർക്കശമായ നിലപാടിൽ നിൽക്കുകയായിരുന്നു. MD-യെ മാറ്റാൻ കഴിയില്ല എന്ന നിലയിൽ ഒരു സർക്കാർ, പ്രധാനപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങളോ മന്ത്രിയോ എപ്പോഴെങ്കിലും MD-യെ തള്ളിപ്പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല. നിങ്ങൾ ഈ പ്രതിഷേധം ഉയർത്തുമ്പോഴൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറ്റുകയാണ്. ആരുടെ താല്പര്യം പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സുപ്രഭാതം കൊണ്ട് യൂണിയൻ അങ്ങ് കടന്നു കയറിയോ നിങ്ങൾ പറയുമ്പോൾ? യൂണിയന്റെ സമ്മർദ്ദം എന്ന് പറയുന്നത് MD-യെ മാറ്റണമെന്ന് ഏതെങ്കിലും ഒരു സംഘടന, KSRTC-യിൽ ഏതെങ്കിലും ഒരു സംഘടന എവിടെയെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല, എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. ആർദ്രോട്ടം പറഞ്ഞാൽ ഇട്ടിട്ട് പോവേണ്ടി വരും. ഇട്ടിട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞത് മാറ്റണം എന്നാണോ പറഞ്ഞത്? അല്ല, തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ ഭരണം ഇട്ടിട്ട് പോകേണ്ടി വരും എന്ന് പറയുന്നത് മാറ്റണം എന്നല്ല, ഭീഷണിയാണ്. സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. 1ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ സമ്മർദ്ദം ചെലുത്തിയത് മാറ്റാനല്ല, സമ്മർദ്ദം ചെലുത്തിയത് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നാൽ സമ്മർദ്ദം ചെലുത്തും, പണി മുടക്കേണ്ടി വന്നാൽ പണി മുടക്കും. അത് ഞങ്ങൾ കാണിച്ചു തന്നില്ലേ? നമ്മൾ KSRTC-യുടെ ചരിത്രം എന്ന് പരിശോധിച്ചാലും ഇവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നടപടിയെടുത്തോ ഉറപ്പായിട്ട് ഇവരവരെ മാനേജ്മെന്റ് ഒരു അടിമകളെ പോലെ ജോലി ചെയ്യണം. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമല്ല. ജീവനക്കാരന്റെ അവകാശങ്ങളുടെ മേൽ കൈവെക്കുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കാതെ മിണ്ടാതെ നിൽക്കുന്ന ഒരു സംഘടനയായിട്ട് ഞങ്ങൾ ജീവനക്കാരുടെ അവകാശമൊന്നും പോയിട്ടില്ല. അവർ കാണുന്ന വ്യൂലായിരിക്കില്ല ഞങ്ങൾ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു, അല്ല അദ്ദേഹം പറഞ്ഞത്, എന്റെ സുഹൃത്ത് ഹരിദാസ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞത്, എന്റെ സുഹൃത്ത് കൂടിയാണ് ഹരിദാസ്, പറഞ്ഞത് എന്താണ്? ഡ്രൈവർ കം കണ്ടക്ടർ ഞങ്ങൾ എതിർക്കുന്നുവെന്ന്. ഇത് ഞങ്ങളുടെ ചാർട്ട് ഓഫ് ഡിമാൻഡാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 2016 ഫെബ്രുവരി മാസത്തിൽ കാലാവധി കഴിഞ്ഞ എഗ്രിമെന്റിന് ശേഷം
ചർച്ച നടത്തുന്നതിന് വേണ്ടി TDF കൊടുത്ത ചാർട്ട് ഓഫ് ഡിമാൻഡാണിത്. ശരി, ഇതിന്റെ ഓക്കേ, അകത്ത് അത് ഞാൻ സാർ, പറയട്ടെ, ഇതിന്റെ ഞാൻ പറയട്ടെ, ഇതിന്റെ ഇതിൽ ഇതിന്റെ 23-ാമത്തെ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ട്. പറയുന്നത് ഡ്രൈവർ കം കണ്ടക്ടർ ദീർഘദൂര സർവീസിൽ നടപ്പാക്കണമെന്ന് അല്ല, ഇപ്പോ എഴുതി ഈ കഴിഞ്ഞ ദിവസം വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം അപ്പൊ അത് ഞങ്ങൾ ശരി, എതിർപ്പാണ് എന്ന് ശരി, പറയുന്നത് എന്ത് ശരി, കഥ? അപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെയുള്ള ആശയപരമായ ശരി, വ്യത്യാസങ്ങളാണ്. ഈ ഒരു സെന്റൻസിനാണ് ഞാൻ നോക്കിയിരുന്നത്. 2011 തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂർക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് രാവിലെ 9 മണിക്ക് പോയിട്ട് വൈകിട്ട് അവിടുന്ന് വീണ്ടും തിരിച്ചു വരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ഹരിദാസ് പറഞ്ഞല്ലോ, ഇൻസ്പെക്ടർമാർ എഴുതിയിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് വണ്ടി പോകും. ശരിയാണ്, നമുക്കറിയാം വിവിധ ഡിപ്പോകൾ, അതിനിടയ്ക്ക് സ്കൂളുകൾ, ടൗണിൽ 35 കിലോമീറ്റർ മൈലേജ്, പിന്നെ 50 പേരുള്ള പ്രകടനം, ഇതൊക്കെ ഇതുണ്ട്. അങ്ങനെ ഈ വണ്ടികൾ ഒരു ദിവസവും സമയത്ത് ഓടിയെത്തുന്നില്ല. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് 8 മണിക്കൂർ കഴിഞ്ഞാൽ റെസ്റ്റ് കൊടുക്കുന്നില്ല. ഈ ഡ്രൈവർ തന്നെ തിരിച്ചു വരിക. തിരിച്ചു വന്നപ്പോൾ എന്തായി? മനുഷ്യ സഹജ അത്താണി വെച്ച് അദ്ദേഹം ഒന്ന് കണ്ണ് ചിമ്മിപ്പോയി, വണ്ടി പോയി, അപകടം ഉണ്ടായി, 3 പേര് മരിച്ചു. അപ്പം ഞങ്ങൾ 2010 ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് കത്തയച്ചു. നടപടി ഉണ്ടായില്ല. വീണ്ടും അടുത്ത മാസം ഞങ്ങൾ വീണ്ടും കത്തയച്ചപ്പം അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്ന മറുപടി, അത് ഗവൺമെൻറ് സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് 11/8/2011 മുഴുവൻ വായിക്കുന്നില്ല, ഞാൻ അവസാനത്തെ സെൻറ്റൻസ് വായിക്കാം. ആൻഡ് ഓൾസോ ദ എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ടു ആർ നോട്ട് വില്ലിംഗ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് സിസ്റ്റം. However, KSRTC is planning to engage 2 drivers in more long distance services as far as possible. Crew change is also being provided in certain services in major depots. ഇതിനകത്ത് വരുന്ന അപകടം ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് വരുന്ന അപകടം, ഇവർ ഡ്രൈവർ കം കണ്ടക്ടറെ എതിർക്കുന്നതിൻ്റെ കാര്യം പറയാം. ഇതിനകത്ത് ഇപ്പം പറഞ്ഞിരിക്കുന്ന 2 ഡ്രൈവർമാരെ വിടാൻ പോകുന്ന, ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന വണ്ടിയിൽ 1500 രൂപയുടെ ടിക്കറ്റ്. 2 ഡ്രൈവർമാർ വന്നാൽ എന്താ? ഞങ്ങളൊരു യാത്രക്കാരൻ്റെ ഫെസിലിറ്റി നഷ്ടപ്പെടുക, അതിൽ ഒരു ഡ്രൈവർ ഇരിക്കുക. 2 ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കും. അതേസമയം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡ്രൈവർ കം കണ്ടക്ടറായിട്ടുണ്ടെങ്കിലുള്ള ഗുണം, ആ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ എത്തുമ്പം ആ ഡ്രൈവർ മാറിയിട്ട് അവൻ കണ്ടക്ടറുടെ ജോലി കൊടുക്കുന്നു. ഇന്നലെ എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം ഡ്രൈവറാ കയറിയത്, പക്ഷേ കണ്ടക്ടറായിട്ട് പോയപ്പം അദ്ദേഹം 3 ടിക്കറ്റാണ് കൊടുത്തു എന്ന് പറഞ്ഞു, ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോയപ്പം. അപ്പം അങ്ങനെയുള്ള ഡ്യൂട്ടികളിൽ സീനിയർ കണ്ടക്ടർമാരായിരിക്കുന്നത്, അവർക്ക് അവരുടെ ഫെസിലിറ്റി, അത് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പം 5-8 ടിക്കറ്റ് കൊടുക്കുന്ന ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സീനിയർ കണ്ടക്ടറെ തന്നെ വിടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഡ്രൈവർക്ക്. എന്നിട്ട് TDF കേരള ഹൈക്കോടതി കേസ് കൊടുത്തിരിക്കുക. ഇത് സംബന്ധിച്ച് ഞങ്ങൾ കൊടുത്ത ഈ പെറ്റീഷന്റെ രിജോ കാപ്പൻ ഇപ്പൊ താങ്കൾ പറഞ്ഞ അന്ന് കിട്ടിയ ഒരു മറുപടിയാണ്. പക്ഷേ ഇപ്പോൾ നയപരമായി അതിനുണ്ട് 2018 ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മറുപടിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 2018 അതായത് TDF കൊടുത്ത കേസ് പ്രകാരം ഹൈക്കോടതി ഉത്തരവിട്ടു, നിലവിലുള്ള അംഗീകൃത യൂണിയൻ നേതാക്കളെയും അതുപോലെ തന്നെ കേസിൽ കക്ഷികളായ ആളുകളെയും കൂടെ വിളിച്ചുകൂട്ടി 4 ആഴ്ചക്കകം KSRTC MD ചർച്ച നടത്തണം. അതിനുശേഷം 3 ആഴ്ചക്കകം ഉത്തരവിടണം. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 1961 മോട്ടോർ വാഹന നിയമപ്രകാരം വേണം ഇതെല്ലാം ചെയ്യാൻ. അങ്ങനെ പറഞ്ഞ് ഈ 23/2/2018 ഉത്തരവിറക്കിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് പറയുന്നുണ്ട്, എല്ലാ ഡ്യൂട്ടികളും സിംഗിൾ ഡ്യൂട്ടി പാറ്റേണായി നിജപ്പെടുത്തുന്നു, ദീർഘദൂര സർവീസുകളിൽ നിയമാനുസൃതവും ക്രൂ ചേഞ്ച് സംവിധാനം നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് ഇത് ഹേമേന്ദ്രന്റെ കാലത്താണ് ഈ ഉത്തരവിറക്കിയത്. ഹേമേന്ദ്രന്റെ കാലത്താണ്. അപ്പം ഇതൊക്കെ തച്ചങ്കരി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ഞാൻ തച്ചങ്കരിയുടെ വക്കാലത്തൊന്നും ഏറ്റെടുത്തിട്ടില്ല. നയപരമായി എതിരാണോ? അല്ല, ഇത് ശ്രീ ടോമിൻ ജെ തച്ചങ്കരിക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പുനരുദ്ധാരണ നടപടികൾക്കും മുമ്പ് ചില നടപടികൾ സ്വീകരിച്ചു. ആരെ സംരക്ഷിക്കാനാ ഹരിദാസ് അതൊക്കെ മറച്ചു വെച്ച് ഇതുപോലെ ചർച്ച ചെയ്യുന്നത്? ഇല്ല, അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഹരിദാസ് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. ഞാൻ കേൾക്കാനുള്ള ആർജവം കാണിക്കേ. 2014 ഒക്ടോബർ മാസം 16-ാം തീയതിയാണ് ഡ്രൈവർ കം കണ്ടക്ടർ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ച ചില പ്രശ്നങ്ങളുണ്ട്. ഒരു രാത്രി മുഴുവൻ ഒരു ഡ്രൈവർ ഉറക്കമുളച്ച് വണ്ടി ഓടിക്കുക അസാധ്യമാണ്. ദീർഘദൂര സർവീസുകളെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നമുണ്ട്. കർണാടകയിലെ അനുഭവം വെച്ചിട്ടാണ് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഡേറ്റ് കുറിച്ച് വെച്ചോളൂ. 2014 ഒക്ടോബർ മാസം 16-ാം തീയതി തീരുമാനമെടുത്തു. ദീർഘദൂര സർവീസുകളിൽ ഞങ്ങൾ അവിടെ ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഒന്ന്, KSRTCയിൽ ഇപ്പോൾ ഡ്രൈവർ കം കണ്ടക്ടറായി നിയമനം നടത്തിയിട്ടില്ല. എനിക്ക് ഈ ചർച്ചയിൽ, ഞാനും ശ്രീ ജോർജ് സാറും എല്ലാ ചർച്ചയിൽ പങ്കെടുത്ത, ഹരിദാസ് ആ ചർച്ചയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ വേണ്ടി കഴിയും. ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനത്തെ യൂണിയനുകൾ പൊതുവിൽ സ്വാഗതം ചെയ്തു. ഒരപകടം, ഡ്രൈവറായിട്ടും കണ്ടക്ടറായിട്ടുമാണ് KSRTCയിൽ നിയമനം നടത്തുന്നത്. ആ നിയമനത്തിന് അടിസ്ഥാന യോഗ്യതയിലടക്കം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ഡ്രൈവർ ലൈസൻസ് ഉള്ള കണ്ടക്ടർമാരിൽ നിന്നും
കണ്ടക്ടർ ലൈസൻസ് ഉള്ള ഡ്രൈവർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കണം എന്ന് തീരുമാനിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. ഒരു കാര്യമുണ്ട്, അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഇവിടെ 10ാം ക്ലാസ് യോഗ്യതയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കണ്ടക്ടർമാര് റിസർവേഷനിൽ ഇരുന്നപ്പം എന്തേ സാറേ ഈ PSC നിയമനം വേറൊരു തസ്തിക വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലോ? റിസർവേഷനിൽ ഇരുത്തിയപ്പോ ഇവിടെ യോഗ്യത നിങ്ങൾ ഡ്രൈവർമാരോട് കാലാകാലങ്ങൾ ഡ്രൈവർമാരെ കുരുതി കൊടുക്കാനാ ശ്രമിച്ചത്. ഞാൻ പറയട്ടെ, ഹരിദാസിനെ പോലുള്ളവർ KSRTCയിലെ ഡ്രൈവർമാരെ കുരുതി കൊടുക്കാനാ ശ്രമിച്ചത്. കാരണമുണ്ട്. അതിന് കാരണം കണ്ടക്ടർ ഡ്രൈവർമാരുടെ പ്രൊമോഷൻ കർണാടകത്തിൽ ഒരു പ്രൊമോഷൻ ഇല്ല അവർക്ക്. കേരളത്തിൽ VS-ഉം ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസറും ഉണ്ട്. ഞാനത് പറയാം. കണ്ടക്ടർമാർക്ക് ഇവിടെ സ്റ്റേഷൻ മാസ്റ്റർ, ഇൻസ്പെക്ടർ, ATO, DTO, കർണാടകത്തിൽ ട്രാഫിക് കൺട്രോളർ, അസിസ്റ്റന്റ് ട്രാഫിക് ഇൻസ്പെക്ടർ, ട്രാഫിക് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ട്രാഫിക് സൂപ്രണ്ട് എന്നീ നിലകളിലാണ് പോകുന്നത്. ഡ്രൈവർമാർക്ക് 25 വർഷം കഴിയുമ്പോൾ ഒരു ബാഡ്ജ് കൊടുത്തിട്ട് അസിസ്റ്റന്റ് ട്രാഫിക് സൂപ്രണ്ടിന്റെ ശമ്പളം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഇവർക്കിടെ പ്രൊമോഷന്റെ കാര്യത്തിൽ ഉറപ്പുവരുത്തണം. ഒന്ന് കണ്ടക്ടർ ലീനിൽ വരുന്നവർ, ഒന്ന് ഡ്രൈവർ ലീനിൽ വരുന്നവർ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവരുടെ സബ് കമ്മിറ്റി രൂപീകരിച്ച് ഒരു റെഗുലേഷൻ ഉണ്ടാക്കാൻ. ഇത് പക്വതാപരമായ നിലപാട്. പക്ഷേ പറഞ്ഞോട്ടെ, അവസാനം റെഗുലേഷൻ ഉണ്ടാക്കാൻ KSRTCയിൽ നോക്കിയിരുന്നോ? ഞങ്ങൾ ആരെങ്കിലും തടഞ്ഞോ? KSRTCയിൽ ഇപ്പോൾ ഓടുന്നുണ്ട് ഡ്രൈവർ കം കണ്ടക്ടർ ഉണ്ട്. KSRTCയിലെ ദീർഘകാല സർവീസുകൾ ഡ്രൈവർ കം കണ്ടക്ടറാണ്. 8 മണിക്കൂറിലധികം KSRTC മാനേജ്മെന്റ് ഉത്തരവാദമാണ്. 8 മണിക്കൂറിലധികം ഡ്രൈവിംഗ് ജോലി അത് ചെയ്യുന്നത് ഡ്രൈവർ കം കണ്ടക്ടർ. ഞങ്ങൾ പിന്തുണച്ചു. ഇപ്പോൾ ഒരു പ്രതിസന്ധിയുണ്ട്. അത് പാവപ്പെട്ട എംപാനലുകാരെ പിരിച്ചുവിട്ട സംവിധാനം. അതിന്റെ ഭാഗമായി ഡ്രൈവർ കുറവ്. ഇപ്പോൾ ഓർഡിനറി സർവീസുകൾ കണ്ടക്ടർ കുറവ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഓർഡിനറി സർവീസുകളിൽ അടക്കം ഡ്രൈവർ കം കണ്ടക്ടർ സർവീസ് പോണില്ലേ? ഉണ്ട്. ആരെ എതിര്? എന്തിനാ നിങ്ങൾ ഈ ട്രേഡ് യൂണിയനുകളെ ഇതിനെതിരാക്കുന്നത്? ഒരു കാര്യം കൂടി പറയാം. DC ഒഴിവാക്കിയതിന്റെ സംഭവം എന്താണ്? കണ്ടക്ടർമാർ കുറവുള്ളിടത്ത് ഓർഡിനറി സർവീസുകൾ കോർപ്പറേഷന്റെ ഉത്തരവാണ്. ഞങ്ങൾ ആരും ഇട്ട ഉത്തരവല്ല. ഇത് പോസ്റ്റ് ചെയ്യും. ഇത് പോസ്റ്റ് ചെയ്യുമ്പോ അതിന്റെ കണ്ടക്ടർക്ക് ജോലി ഇല്ലാതാവാൻ പറ്റും. കൂടുതലുള്ളിടത്തുനിന്ന് കണ്ടക്ടർമാരെ വിന്യസിക്കേണ്ടത് ട്രേഡ് യൂണിയന്റെ ഉത്തരവാദിത്തമാണോ? കുറവുള്ളിടത്തേക്ക് ഉപയോഗിക്കാൻ ആരാണ് മുൻകൈ എടുക്കേണ്ടത്? ട്രേഡ് യൂണിയൻ. ഞങ്ങൾ ചോദിച്ചു മേടിച്ചതാണോ ശ്രീ കാപ്പൻ ഡബിൾ ഡ്യൂട്ടി? ആരാ പറഞ്ഞത്? അതിനെതിരെ സമരം ചെയ്തതാണ് ട്രേഡ് യൂണിയൻ. നിങ്ങൾ എതിർക്കണമായിരുന്നു. അതാണ് പ്രശ്നം. ഇതിനകത്തുള്ള പ്രശ്നം ഞാൻ പറയാം. ഇതിനകത്തുള്ള പ്രശ്നം അതെന്നാന്ന് വെച്ചാൽ 13 ദിവസം ജോലി കഴിഞ്ഞാൽ 13-2-26 4 കിലോപ്പും കിട്ടും. ഇവർക്ക് പ്രകടനത്തിന് കൊണ്ടുപോകാൻ ആളെ കിട്ടും. തൊഴിലാളികളോടുള്ള സ്നേഹം കൊണ്ടല്ല. ജോലിക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കിട്ടിയല്ല. പിന്നെ ബഹുമാനപ്പെട്ട ഹരികൃഷ്ണൻ ഏതൊക്കെയാലും ഏറ്റവും ഞാൻ അംഗീകരിക്കുന്നു. KSRTCയിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ യൂണിയന്റെ നേതാവാണ് അദ്ദേഹത്തെ. ഒരൊറ്റ കാര്യം അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യം പറഞ്ഞു. 31/7/2018 ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരാവകാശത്തിനകത്ത് ഞങ്ങളുടെ ഒരു ചോദ്യം അസിസ്റ്റന്റ് ഇൻസ്പെക്ടറും ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറും അതിനകത്ത് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു തസ്തിക നിലവിലില്ല. ഇത് കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡ്രൈവറുടെ ഓരോ പ്രൊമോഷൻ പോസ്റ്റും ഈ ശമ്പള പരിഷ്കരണ കരാറിൽ ഒപ്പിട്ട് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഇവർക്ക് കിട്ടേണ്ട പ്രൊമോഷൻ ഒന്നും ഞങ്ങൾ എതിരല്ല. കേരളത്തിൽ 14 IAS ഉദ്യോഗസ്ഥന്മാര് 14 ജില്ലകൾ നന്നായിട്ട് ഭരിക്കുമ്പോൾ 28 ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർമാർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്?
ഒറ്റ ചോദ്യത്തിന് ഇവര് മറുപടി പറഞ്ഞാൽ മതി. കൺട്രോളിംഗ് ഇൻസ്പെക്ടർ എന്ന് തസ്തിക ഉണ്ടെന്നാ പറയുന്നത്. ഉണ്ടെന്ന് സങ്കല്പിക്കുക, ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇപ്പൊ നമ്മള് കോഴിക്കോടായി അല്ലല്ല ഒറ്റ കാര്യമുള്ളൂ, അല്ലല്ല ഒറ്റ കാര്യമുള്ളൂ, അല്ലല്ല ഹരികൃഷ്ണൻ ഒറ്റ കാര്യം. ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തിക ഇവർക്ക് എന്ത് കൺട്രോളാ ഉള്ളത്? ടോമിൻ തച്ചങ്കരിയെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ പൊതുസമൂഹം ഇത്ര കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ. പിന്നെ ഡ്രൈവർ DC ടോമിൻ തച്ചങ്കരി ഒറ്റ കാരണമാണ് യൂണിയനുകൾക്ക്, ഇവിടെ അംഗീകൃത സംഘടനകൾക്ക് ടോമിൻ തച്ചങ്കരിയോട് ഇത്ര വിവേചനം വരാൻ കാരണം എന്താ വെച്ചാൽ അതർ ഡ്യൂട്ടി എന്ന് പറയുന്ന സമ്പ്രദായം പാടെ നിർത്തലാക്കി. രണ്ടാമത് ഡ്രൈവർ കം കണ്ടക്ടർ എന്ന സംവിധാനം നടപ്പാക്കി. ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഹരികൃഷ്ണ സാർ പറഞ്ഞു 2014 2012 PD ജോസഫ് എന്ന് പറഞ്ഞ ഒരു പൊതുതാൽപര്യ ഹർജി തൃശ്ശൂർക്കാരൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂരും PT രാമചന്ദ്രൻ ജസ്റ്റിസും ആണ് ഈ ഡ്രൈവർ കം കണ്ടക്ടർ നടപ്പാക്കാം KSRTCയിൽ എന്ന് ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അന്ന് ഇവിടുത്തെ TDFിൻ്റെ നേതാക്കൾ പറഞ്ഞത്, അന്ന് TDFിൻ്റെ ഒരു സമുന്നതരായ നേതാവ് പറഞ്ഞത്, അന്ന് ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു, എൻ്റെ സിരകളിൽ തിളക്കുന്ന ചോരയാണ് ഓടുന്നതെങ്കിൽ KSRTCയിൽ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം നടപ്പാക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന് ഞങ്ങളോട് മുഖത്ത് നോക്കി പറഞ്ഞ ആളുകളാണ്. പിന്നെ അവർ അന്ന് ഈ കേസിൽ കൗണ്ട് ചെയ്തുകൊണ്ട് വേറെ കേസ് കൊടുത്തു. ഇവർ ഞങ്ങൾ ഡ്രൈവർ കം കണ്ടക്ടർ കൊടുത്തപ്പോൾ ഇവർ കൊടുത്ത കേസ് കണ്ടക്ടർ ഡ്രൈവർ നടപ്പാക്കി കൂടാൻ. ഇവിടെ ഞങ്ങൾക്ക് യൂണിയൻ്റെ ഒരാളോടും വിവേചനമില്ല, ഈ CIT കാരനോടോ IATC കാരനോടോ ഞങ്ങൾക്ക് വിവേചനമില്ല. പക്ഷേ ഈ സംഘടനയുടെ പേര് മുൻനിർത്തി ചില വ്യക്തി താല്പര്യങ്ങൾ KSRTCയിൽ അടിച്ചേൽപ്പിക്കുന്നു. അല്ല ഈ കാര്യത്തിൽ ഇപ്പൊ ഇവർ പറഞ്ഞ നയപരമായി അവർക്ക് ഈ പറഞ്ഞ DC സംവിധാനത്തോട് വിയോജിപ്പില്ല. 8 മണിക്കൂറിന്റെ കാര്യത്തിൽ സാങ്കേതികമായ ഒരു ആശയക്കുഴപ്പം മാത്രമേ ഇത് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇവര് DC സംവിധാനത്തിന് എതിരെന്നാ പറയും. എന്നാൽ ഫലത്തിൽ KSRTCയിൽ ഡ്രൈവർമാരോട് വിവേചനപരമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അതിന് ഒട്ടനവധി തെളിവുകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. KSRTCയിൽ സൂപ്പർവൈസറി കാറ്റഗറിക്കാരനാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ശാപം അതാണ്. സൂപ്പർവൈസറി കാറ്റഗറിക്കാരൻ യൂണിയൻ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ഡ്രൈവറായിട്ട് KSRTCയിൽ കയറിയതാണ്. അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് പറയുന്നു, എനിക്ക് കിട്ടിയിട്ടുള്ള സൗകര്യങ്ങള്, എനിക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങള്, എനിക്ക് കിട്ടിയിട്ടുള്ള എനിക്ക് അങ്ങനെ ഒരു വിവേചനം അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പ്രൊമോഷനായിട്ട് എന്റെ സുഹൃത്താണ് വെഹിക്കിൾ മൊബിലിറ്റി ഓഫീസർ എന്ന് പറയുന്ന ഒരു ഗസറ്റഡ് തസ്തികയുണ്ട് ഞങ്ങൾക്ക്. ആ തസ്തികയിൽ ഇന്ന് ഡ്രൈവർമാർ ഇരിക്കുന്നുണ്ട്. ഇവരെന്ത് കാറ്റഗറി പറഞ്ഞു കൊണ്ടുവരുന്നത്? ഒരു സ്ഥാപനത്തിലും കാറ്റഗറി പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ഭരണകക്ഷിയായാലും മനസ്സിലാക്കാൻ ഒരു സംശയത്തിന് മറുപടി പറഞ്ഞു. ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരാളും. ഞാൻ ചോദിക്കട്ടെ, ജോർജ് സർവീസിൽ കയറിയപ്പം ഏത് സ്കെയിലിൽ കയറി? ഡ്രൈവർക്ക് ജോർജ് സംതൃപ്തനാന്ന് പറയുന്നു. ജോർജ് സർവീസിൽ കയറിയത് ഏത് സ്കെയിലാണ്? ജോർജിനോടൊപ്പം കണ്ടക്ടറായിട്ട് കയറിയ ആളുകൾ ഏത് സ്കെയിലിൽ കയറി? അപ്പം അതായത് ജോർജ് ഞാൻ മനസ്സിലാക്കുന്നത് ഡ്രൈവർമാർ 4ാമത്തെ സ്കെയിലിൽ സർവീസിൽ കയറുന്നു, കണ്ടക്ടർമാർ താഴ്ന്ന സ്കെയിലിൽ 3ാം സർവീസിൽ കയറുന്നു. പക്ഷെ 9 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കണ്ടക്ടർമാരുടെ പ്രൊമോഷൻ ബുമ്മെന്നാ പോകുന്നത്. അതിന് കാരണമുണ്ട്. കാരണം പറയാം. കേരളത്തിലെ ട്രേഡ് യൂണിയൻ നേതൃത്വം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടക്ടർ മൂത്ത് ഇൻസ്പെക്ടറായവരാണ് യൂണിയന്റെ തലപ്പത്ത് മുഴുവൻ. എഗ്രിമെന്റ് വെക്കാൻ പോകുന്നത് ഇവരാണ്. അപ്പോൾ ഇവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടും. അത് KSRTCയിലെ പ്രൊമോഷന്റെ കാര്യത്തിൽ അത് കൃത്യമാണ്. അതിനകത്ത് ഇവിടെ ഫീഡർ കാറ്റഗറിയാണ് ഡ്രൈവർമാർ. അവർക്ക് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന 10-200 ചില്ലുവാനും ഡ്രൈവർമാരെ PG കഴിഞ്ഞവരുണ്ട്, MBA കഴിഞ്ഞവരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഒരു DTO ആകാൻ കഴിയും. കേരള സമിറ്റിൽ ഒരിടവേള. KSRTCയിൽ ടോമിൻ തച്ചങ്കരി പോയതിനു ശേഷം യൂണിയനുകൾ സർവാധികാര പ്രവണത കാട്ടി തുടങ്ങിയോ എന്നാണ് നമ്മുടെ വിഷയം. ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. മാസ്റ്റർ സ്കെയിലിന്റെ അടിസ്ഥാനത്തിലാണ് ശമ്പള
കയറി പോകുന്നത്. അങ്ങനെ മാസ്റ്റർ സ്കെയിൽ ഉണ്ടാക്കി വെച്ചപ്പോ ആ സ്കെയിലിൽ വരുന്ന അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതില്ലാന്ന് ആരും പറയുന്നില്ല. ഞാൻ ഒരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ഡ്രൈവറുടെ ജോലി ചെയ്യാൻ തയ്യാറായിട്ടാ KSRTC വരുന്നത്. ഡ്രൈവർക്കാണ് കൂടുതൽ സ്കെയിൽ കയറുമ്പോ ഓവർകം ചെയ്യുന്നത് ഈ മാസ്റ്റർ സ്കെയിൽ വരുന്നതിന്റെ അടുത്ത് മാസ്റ്റർ സ്കെയിൽ ഉണ്ടാക്കിയതിൽ അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അത് പരിഹരിക്കുന്നത് ആരും പറയുന്നില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാരണം 4ാം സ്കെയിൽ കയറുന്ന സ്കെയിലിൽ കയറുന്ന ഡ്രൈവർ 3ാം ശമ്പള കരാർ സ്കെയിലിൽ കയറുന്നതാണ് കണ്ടക്ടർ. ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും താഴെ കയറുന്ന ഉദ്യോഗസ്ഥർ ഒരിക്കലും മേലെ കയറുന്ന ഉദ്യോഗസ്ഥനെ ഓവർടേക്ക് ചെയ്യില്ല. പക്ഷെ KSRTCയിലെ 9ാമത്തെ വർഷം എങ്ങനെ കണ്ടക്ടർ അവിടെ എത്തി? അതിന് ന്യായപരമായിട്ടുള്ള ഒരു രേഖ പോലും ഇവർക്കൊരു മറുപടി പറയാൻ പറ്റില്ല. കളവാണത്. അത് എപ്പോഴും 1998 ശമ്പള പരിഷ്കരണ കരാറിൽ നടന്ന ഉടായ്പാണ്. ഇവിടെ വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയണ്ട. പണ്ടത്തെ തലമുറയല്ല, ചോദ്യങ്ങൾ ഓരോന്നും ആലോചിച്ച് മറുപടി പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം പറയുന്നതാണ് മാസ്റ്റർ സ്കെയിലിൽ അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് പോകണം. സ്കെയിലുണ്ടാക്കിയപ്പോൾ അപാകത വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അത് സ്കെയിൽ ഞാൻ പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. യൂണിയൻ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒന്നിച്ചു വരുന്നു. അങ്ങനെ അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത സ്കെയിൽ ഉണ്ടോ? ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ അവര് പറയണത്. നിങ്ങൾ അതിനുവേണ്ടി എന്ത് സ്റ്റെപ്പ് എടുത്തു? അടുത്ത കരാറിൽ വരും. അടുത്ത കരാറിൽ വരും. അടുത്ത കരാറിൽ ഉണ്ടെങ്കിൽ അത് അടുത്ത ഒരു കരാർ ഉണ്ടാക്കുമ്പോ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചിട്ടാണ് കരാർ ഉണ്ടാക്കുക. അത് അറിഞ്ഞുകൊണ്ട് ചെയ്താണ്. കാരണം ഇതില് ഫീഡർ കാറ്റഗറി എന്ന് പറയുന്ന ഡ്രൈവറാണ്. ഈ ഫീഡർ കാറ്റഗറിനെ ബുദ്ധിപരമായിട്ട് ഈ മാനുവൽ ടെസ്റ്റ് ഇപ്പൊ എഴുതാൻ പറ്റില്ല ഞങ്ങൾക്ക്. ആ തരത്തിൽ ഇവിടെ വമ്പം കളി അതാണ്. PSCനെ വരെ തെറ്റിദ്ധരിപ്പിക്കുക. ഞങ്ങൾ ഇപ്പൊ മാനുവൽ ടെസ്റ്റ് എഴുതാൻ വേണ്ടി അപേക്ഷ കൊടുത്തപ്പോ ഡ്രൈവർക്ക് പറ്റില്ല പറഞ്ഞു. ഇത് എങ്ങനെ വന്നു? അതാര് പറഞ്ഞു? പറയട്ടെ. ഇനി നിങ്ങൾ അവിടെ എങ്ങനെ വന്നു പറഞ്ഞാൽ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ ഈ തസ്തികയുടെ പ്രൊമോഷൻ ഡ്രൈവർക്കാണ്. അത് മറ്റേ ലാസ്റ്റ് ശമ്പള പരിഷ്കരണ കരാറിൽ നോക്കിയാൽ KK ദിവാകരൻ സാർ പറഞ്ഞൊരു വാക്കുണ്ട്. ഡ്രൈവർ കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആളെ പൂനെയിൽ പോയിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറായിട്ട് നിയോഗിക്കണം. അയാളിൽ നിന്നാണ് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറായിട്ട് പ്രൊമോഷൻ വരുന്നത്. ഇത് ഇവിടെ മാറ്റി മറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണി ഉടായ്പാണെന്നാണ് എന്റെ പറയുന്നത്. രണ്ടാമത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ടോമി ജെ തച്ചങ്കരി പോയതിന്റെ പിറ്റേ ദിവസം ഒരു 4 ബസ്സിലെ ഡ്രൈവർ കം കണ്ടക്ടർ നിർത്തലാക്കി. അതിനെക്കുറിച്ച് വിവാദപരമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടന്നു. അപ്പോൾ പറഞ്ഞത് മിക്ക നേതാക്കന്മാരും പറഞ്ഞത് രാത്രി, ശരിക്കും ഇതിന്റെ ഓർഡർ ഞാൻ പറഞ്ഞുതരാം, രാത്രി 6 മണിക്കൂറും പകൽ 8 മണിക്കൂറും കൂടുതലുള്ള എല്ലാ സർവീസും ഡ്രൈവർ കം കണ്ടക്ടറോ അല്ലെങ്കിൽ ക്രൂ ചേഞ്ചോ ആക്കണമെന്ന്. എന്നെ സംബന്ധിച്ചുള്ള ഡ്രൈവർ കം കണ്ടക്ടർ ആക്കണമെങ്കിൽ വേണ്ട, ക്രൂ 8 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യട്ടെ. അതല്ലേ ന്യായപരമായിട്ടുള്ള കാര്യം? ഒരു ഡ്രൈവറെ രാവിലെ 5:30 അവിടെ നിന്ന് എടുക്കേണ്ട ബസ് ഇവിടെ ഒരു ഇട്ട് കൊടുത്തിട്ടുള്ള ഉടായ്പ് ഷെഡ്യൂൾ കേട്ടോ. അതായത് ഇവിടെ 12 ബസ് സ്റ്റാൻഡ് കയറി ഇറങ്ങണം വണ്ടി, ഏകദേശം ഒരു 30-35 സിഗ്നൽ പാസ് ചെയ്യണം. മറ്റുള്ള ആളെ കയറ്റി ഇറക്കിയിട്ട് വരുമ്പോൾ ആ ബസ്സിന് കൊടുത്തുള്ള ടൈം 12:45. ഞാൻ ആ ബസ്സിലെ ഡ്രൈവറോട് അന്നേ ദിവസം ആ ഡ്രൈവറോട് ചോദിച്ചു എത്ര മണിക്ക് അവിടെ എത്തി ചോദിച്ചു. 2:45 കഴിഞ്ഞിട്ട് അവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എത്ര മണിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ 6:30 പോകേണ്ടത്, പക്ഷെ 6 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് AC ഇടണം, ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എത്ര മണിക്കൂർ? 5 മണിക്ക് എണിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിച്ച് കൊണ്ടിരിക്കാൻ. അതെ. അപ്പോൾ എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റി? 2 മണിക്കൂറോളം കഷ്ടിച്ച് ഉറങ്ങാൻ പറ്റി. ഈ 2 മണിക്ക് ഇനി എത്ര മണിക്ക് നിങ്ങൾ അവിടെ എത്തും? 2:30 മണിക്ക് രാത്രി. അപ്പം എത്ര മണിക്കൂർ? അതായത് തുടർച്ചയായിട്ട് വരുന്ന 20 മണിക്കൂറിൽ 18 മണിക്കൂർ ഒരു മനുഷ്യനെ ജോലി ചെയ്യിപ്പിച്ചു. KSRTCയിലെ അപകടങ്ങളും അതായത് കളക്ഷൻ കുറവാകുന്നത് അവിടെ. കാരണം യാത്രക്കാരെ പോലും കയറ്റാൻ മനസ്സമാധാനത്തോടെ പറ്റുന്നില്ല, കയറ്റിയിറക്കാൻ. ആ അവസ്ഥയാണ്. ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കാരണം KSRTC ജീവനക്കാർ ബസ് കൈ കാണിച്ചാൽ നിർത്തില്ല, അങ്ങനെ ഇതുണ്ട്. സംഭവം നിർത്തല്ല, ഇതിനുള്ള റണ്ണിങ് ടൈം കുറച്ച് വെച്ച് പീഡിപ്പിക്കുകയാണ്. അത് മാറ്റി മറക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ പറ്റൂ. അത് മാത്രം ഒന്ന് പറഞ്ഞു. ഇത് മാനേജ്മെന്റ് ആണോ? ഇത് അത് മാനേജ്മെന്റ്, അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അങ്ങനെ ചെയ്തപ്പോഴാണ് ഞങ്ങൾ മാനേജ്മെന്റിനെതിരെ
ഇതിനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തേണ്ടി വന്ന് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ്. അവിടെയാണ് ഇവരിത് ഡ്രൈവർക്ക് മാത്രം ഉണ്ടാകുന്ന വിഷയമായിട്ട് ചിത്രീകരിക്കാതെ ജീവനക്കാർക്ക് മൊത്തമായിട്ട് ഉണ്ടാകുന്ന വിഷയം, ഇത്തരം വിഷയങ്ങൾ വന്നപ്പോഴാണ് ഇത് തന്നെയാണ് പറഞ്ഞത്. അവർക്ക് ഇപ്പോഴാ കാര്യം മനസ്സിലായത്. ഇതിനു വേണ്ടി തന്നെയാണ് ഞങ്ങളും പ്രതികരിച്ചത്. ഞങ്ങൾ MD-ക്കെതിരെ MD ടോമിൻ ജെ തച്ചങ്കരിയെ മാറ്റണം എന്നല്ല, ഇത്തരം നയങ്ങൾ ഇപ്പൊ അവർ പറഞ്ഞത് സത്യമാണ്. ജീവനക്കാരെ പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കുമ്പോ ജീവനക്കാരെ എന്നാ പറഞ്ഞത്, ഡ്രൈവർമാരെ നല്ല പറഞ്ഞത്. കണ്ടക്ടറും ബാധകമാണ്. മെക്കാനിക്കിന്റെ ഡ്യൂട്ടി നിങ്ങൾ എന്താ അത് മറന്നു പോകുന്നത്? അവര് ഉറക്കമില്ലാതെ ഡിപ്പോയിൽ കിടന്ന് ജോലി ചെയ്യേണ്ടി വരുന്നു. അതെന്താ നിങ്ങൾ നമ്മളവിടെ കാറ്റഗറിക്ക് വേണ്ടിയല്ല ഈ ചർച്ച MD പോയതിനു ശേഷം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായെന്ന് ചോദിച്ചത്. MD പോയതിനു ശേഷം ഈ MD പോയതിനു ശേഷം KSRTC സംബന്ധിച്ച് ഇവിടുത്തെ തൊഴിലാളികൾക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം KSRTCയിൽ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ചുകൊണ്ടാണ് ഈ MD കടന്നു വന്നത്. പണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനിൽ കമ്മീഷണർ എന്ന് പറഞ്ഞ TN ശേഷം എന്ന് പറഞ്ഞ വ്യക്തി വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു തസ്തിക ഉണ്ടെന്ന് മനസ്സിലായത്. തുല്യമായിട്ടാണ് ഈ ടോമിൻ ജെ തച്ചങ്കരി കേരളത്തിൽ KSRTC തലപ്പത്ത് വന്നപ്പോൾ പൊതുജനങ്ങൾക്കൊരു കാര്യം ബോധ്യമായി. ഒരു MD ഈ KSRTC നയിക്കാൻ പ്രാപ്തനായ ആൾ എത്തിയിട്ടുണ്ടെന്നുള്ളത്. ആ MD നിങ്ങളെപ്പോലുള്ള യൂണിയൻകാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തെ നിങ്ങൾ സമ്മർദ്ദം കൊണ്ട് പുറത്ത് കളഞ്ഞത്. തൊട്ടു മുമ്പ് വന്ന രാജമാണിക്യം സാറും ഹേമചന്ദ്രനും നിങ്ങളുടെ ശല്യം സഹിക്കുക വയ്യാതെ സ്വയം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലാണ് സംഭവിച്ചത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞില്ലേ ഒരു കാറ്റഗറിയിൽ യാതൊരു വ്യത്യാസമില്ലെന്ന് പറഞ്ഞില്ലേ, ഡ്രൈവർക്കും കണ്ടക്ടറും തുല്യ വർക്ക് ലോഡാണെന്ന് താങ്കൾ പറഞ്ഞില്ലേ. താങ്കളൊരു ഡ്രൈവറായിരുന്നല്ലോ, താങ്കൾ VS ആയി HVS ആയി അല്ലെങ്കിൽ ഉയർന്ന തസ്തികകളിലേക്ക് പോയി. താങ്കൾ ഇൻസ്പെക്ടർ പദവിയിൽ നിന്ന് യൂണിയൻ കൈകാര്യം ചെയ്യുകയാണ്. KSRTCയിൽ ഏറ്റവും വലിയ ശാപം അത് തന്നെയാണ്. ഒരേ സമയത്ത് ഹർത്താലും ഇതും പണിമുടക്കും പ്രഖ്യാപിക്കും. ശേഷം നിങ്ങൾ വന്ന് ജോലിക്ക് ചെയ്യും, ബാക്കിയുള്ള വന്നില്ലെങ്കിൽ അവൻ്റെ പേരിൽ നടപടി എഴുതി വയ്ക്കും. ഇത്തരം നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏറ്റവും വലിയ തീവ്രമായ കാറ്റഗറി വാദം ഉന്നയിച്ച് നിങ്ങളാണ്. എല്ലാ തസ്തികകളും പ്രൊമോഷൻ നിങ്ങൾ മാത്രം അനുവദിച്ചെടുക്കും. ഒരു മിനിറ്റ് സാർ, ഈ വിഷയത്തിലേക്ക് വന്നാൽ എനിക്ക് ഹരികൃഷ്ണ സാറിനോട് ചോദിക്കാനുള്ളത്, ഇവരുടെ അസോസിയേഷൻ കൊണ്ടുവന്ന ഹനുമന്ത റാവു എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധന്റെ റിപ്പോർട്ടാണിത്. 2 സുശീൽ ഖന്ന റിപ്പോർട്ട്. ഈ 2 റിപ്പോർട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ടോമിൻ ജെ തച്ചങ്കരി ചെയ്തത് എന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ഇവിടെ ഹരിദാസ് തുടങ്ങി വെച്ചത് ഞങ്ങളെന്തോ ഗവൺമെൻറ്റിൻ്റെ നയം അട്ടിമറിക്കാൻ നിൽക്കുന്നു എന്നാണ്. ഒന്ന്, ഭരണകക്ഷി എന്നുള്ള പ്രയോഗത്തെ ഞാൻ വിയോജിക്കുകയാണ്. ട്രേഡ് യൂണിയനാണ്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സംരക്ഷണ നയം KSRTCയിൽ അട്ടിമറിക്കുന്നു എന്നുള്ള ആശങ്കയാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സ്ഥാപനത്തെ പരിമിതപ്പെടുത്തിക്കൊണ്ടാണോ ആ സ്ഥാപനത്തെ രക്ഷപ്പെടുത്തേണ്ടത്? ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ടാണോ ആ സ്ഥാപനത്തിന്റെ ശമ്പള ചെലവ് കുറയ്ക്കുക? പറയാം, ഞാനത് പറഞ്ഞ അല്ല പൂർണ്ണമാക്കണം. ആക്ഷേപം ഏകപക്ഷീയമായി കേൾക്കാൻ കഴിയില്ല. താങ്കളിലേക്ക് തന്നെയാണ്. നിങ്ങൾ പറയുന്നു സർക്കാരിന്റെ നയം അട്ടിമറിക്കുകയാണ് CMD ചെയ്തത് എന്ന് സംശയിക്കുന്നുവെന്ന്. നോക്കൂ, അതിനകത്ത് മുഖ്യമന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രിയോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ തിരുത്തുന്ന ഒരു നില എടുത്തു കണ്ടിട്ടില്ല. മാത്രവുമല്ല നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും അവസാനം 1/4 നൂറ്റാണ്ടിടെ ശമ്പളം കൊടുത്തുന്നത് വ്യാജമായ ഒരു പ്രചാരണമാണെന്ന്. അതിന് അക്കാര്യത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പരസ്യമായി അഭിനന്ദിക്കുക വരെ ചെയ്തു. അപ്പോൾ ആർക്കാണ് അക്കാര്യത്തിൽ? സ്വാഭാവികമായി അത്തരത്തിൽ ഒരു നിലപാട് ഒരു സ്ഥാപനത്തിനുണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ആഹ്ലാദം രേഖപ്പെടുത്തേണ്ടത് ഞങ്ങളാണല്ലോ. ദൈനംദിന കണക്കുകൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത ഉചിതമായ തീരുമാനമാണ് 30-ാം തീയതിയിലെ മന്ത്രിസഭാ യോഗം എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഒരു കാര്യം ഞാൻ പറയാം, KSRTC രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഗുണഭോക്താവ് ഞങ്ങളല്ലേ, ഇതിനകത്തെ തൊഴിലാളികളല്ലേ. അവരെ ഞങ്ങൾ വഴിയാധാരാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്താൻ ഞങ്ങളെന്താ പൊട്ടന്മാരാണോ? അതല്ലല്ലോ. ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് സഹിച്ചത്. സംരക്ഷിച്ചുകൊള്ളൂ നല്ല ബോധം നിങ്ങൾക്കുണ്ട്. കാരണം 1000 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. ദിവസം 2.25 കോടി. അതില്ല, ആ ബോധ്യമില്ല. 2.25 കോടി നികുതി പണത്തിൽ നിന്ന് വേറെ വണ്ടിക്കൂലിക്ക് പുറമെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഇല്ലാത്ത വേറെ കൊടുത്തിട്ട് ബോധത്തിന് നടത്തിപ്പ് കൂലി വർഷാവർഷം വേറെയും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ഒരിക്കലും ഇല്ല. ആ കോൺഫിഡൻസിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഒന്ന്, ഗവൺമെൻറ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ 1000 കോടി രൂപ എന്നുള്ളത് ഈ KSRTCയെ കുറിച്ച് പഠിക്കുന്ന ആർക്കും അറിയാം. ഡോക്ടർ TM തോമസ് ഐസക് ഈ വർഷം 1000 കോടി രൂപ കൊടുക്കും. ഇതോടുകൂടി നിൽക്കുകയാണത്.
ബാങ്ക് കൺസോർഷ്യത്തിനുണ്ടാക്കിയ കരാറിൽ ഒപ്പിട്ടുകൊണ്ട് 2 വർഷക്കാലം പുനരുദ്ധാരണം. ആ 2 വർഷക്കാലത്തിനിടയിൽ ഓരോ വർഷം 1000 കോടി രൂപ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഗവൺമെൻറ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അടുത്ത വർഷം 1000 കോടി രൂപ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിനകത്ത് ശമ്പളം ഉണ്ടാവില്ല. ശമ്പളം മുടങ്ങി ഞാൻ പറഞ്ഞു സപ്പോർട്ട് ഉണ്ടായി സി ഹരികൃഷ്ണൻ. എത്രയോ തവണ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടായി നിങ്ങൾക്ക്. ഇത് ആദ്യത്തെ കാര്യം. ഇത് ആരാ ഇതിന് പൊളിച്ചു കളഞ്ഞു? നിങ്ങൾ പറ, ഞങ്ങൾ എന്താ ചെയ്തത്? ഈ സ്ഥാപനത്തിനെതിരായിട്ട് എന്ത് നിലപാട് സ്വീകരിച്ചത്? നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ഈ പൊതുഖജനാവിൽ നിന്ന് പണം വരുമെന്ന കോൺഫിഡൻസ് ഒരിക്കലും ഇല്ല. അത് തന്നെയാണ്, അതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, KSRTC പോലെ ഈ ലോകത്തുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റവും സബ്സിഡിയറി ഇല്ലാതെ നിൽക്കുന്നില്ല. KSRTC മാത്രമല്ലത്. ഒന്നാമത്തെ കാര്യം അത് സേവന മേഖലയിലുള്ള സ്ഥാപനം, അത് ഏത് സെക്ടറിലാണെങ്കിലും ഈ ലോകത്തെല്ലാ രാജ്യങ്ങളും സബ്സിഡിയോടുകൂടിയാണ് നിൽക്കുന്നത്. സേവന മേഖല എന്ന് പറയുമ്പോൾ ഞാൻ ലോകത്ത് എവിടെയും ഇല്ലാത്ത ഫെയർ കൊടുത്ത് ഉപയോഗിക്കുന്ന സേവനമാണത്. വേറെ ഏതെങ്കിലും സർക്കാർ സേവനം എനിക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഏത്? നിങ്ങൾ ടാക്സ് കൊടുത്ത് നിങ്ങളുടെ നികുതി, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഇത്രയധികം ഫെയർ കൊടുക്കേണ്ടി വരുന്നുണ്ടോ? പോലീസിന് കൊടുക്കേണ്ടി വരുന്നുണ്ടോ? ഫയറിന് കൊടുക്കേണ്ടി വരുന്നുണ്ടോ? ഏത് സേവന മേഖലയ്ക്കാണ് എവിടെയും ഇല്ലാത്ത സ്വകാര്യ മേഖലയോട് കിടപിടിക്കുന്ന ഫെയർ കൊടുക്കേണ്ടി വരുന്നത്? ഇതൊക്കെ സേവനം മുതൽ തീരുമാനിച്ചത് കേട്ടോ. ആ തീരുമാനിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ആളുകൾക്ക് നല്ല മെമ്മറി പവർ ഉണ്ട്. അവര് ഓർത്തോ, ഏത് ബസ് ഫെയർ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി പറയും KSRTC പിടിച്ചു നിൽക്കണമെങ്കിൽ ചാർജ് വർദ്ധിപ്പിക്കണം. അതിന്റെ ഗുണഭോക്താക്കളാരാ? പ്രൈവറ്റ് ബസ്സുകാരാ. അതാണ് ഇവിടെ നമുക്ക് എന്തെങ്കിലും സബ്സിഡി ഉണ്ടോ? അല്ല, യാത്രക്കാരന് സബ്സിഡി മാത്രമല്ല. എന്ത് സബ്സിഡി? അത് ഗവൺമെന്റ് സ്കൂളിനാണെങ്കിലും സർക്കാർ ആശുപത്രിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ട്രാൻസ്പോർട്ട് ബസ്സിനാണെങ്കിലും സബ്സിഡി കൊടുക്കുന്നതിന്റെ എല്ലാ ഗുണവും നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകും. ഒറ്റ ഉദാഹരണം മതി. KSRTC ലാഭത്തിലുള്ള സർവീസ് മാത്രം ഓടിച്ചാൽ മതിയെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? നഷ്ടത്തിൽ പോകണമെന്നല്ല പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. ഇവിടെ ഗവൺമെൻറ് ഒരു പുനരുദ്ധാരണ നടപടി പ്രഖ്യാപിക്കുന്നു, സിംഗിൾ ഡ്യൂട്ടി ആക്കി. ശ്രീ കാപ്പൻ, ഞങ്ങൾ എതിർത്തോ? 8 മണിക്കൂർ ഞാൻ പറയട്ടെ, അതല്ല തെറ്റത്, അതാണ് അപകടം. നാട്ടിലില്ലാത്ത കച്ചേരി ഇപ്പോഴും ഇതിനകത്തൊരു സിസ്റ്റം നിൽക്കുകയാണ്. 5 സർവീസ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തിന്, 3 എണ്ണത്തിന് 3 ഡ്യൂട്ടി, 2 എണ്ണത്തിന് 2.5 ഡ്യൂട്ടി. തിരുവനന്തപുരത്ത് നിന്ന് ഈ ഡ്രൈവർമാർ ഓടിക്കാതെ, കോഴിക്കോട് നിന്ന് ഓടിക്കാതെ ഈ ഡ്രൈവർമാരുടെ ജോലി ഭാരത്തിൽ വ്യത്യാസമുണ്ടോ? കണ്ടക്ടർമാർ ഒരാൾ കയറിയാലും ടിക്കറ്റ് കൊടുക്കണ്ടേ? എങ്ങനെ അങ്ങനെ വരുന്നത്? അതിനെ ചോദ്യം ചെയ്ത് 1.5 ഡ്യൂട്ടി സമ്പ്രദായം ട്രേഡ് യൂണിയനുകൾ അംഗീകരിച്ചല്ല അവിടെ കൊണ്ടുവന്നത്. 1.5 ഡ്യൂട്ടി സമ്പ്രദായമാണല്ലോ ബഹുമാനപ്പെട്ട ഒരു കാര്യം കേട്ടോളേ. ഡ്യൂട്ടിയെ പറ്റി ഹരീഷ് സാർ പറഞ്ഞു, ബാംഗ്ലൂർക്ക് ഡബിൾ ഡ്രൈവർമാർ DC പോകുമ്പോൾ 2 ഡ്യൂട്ടി, അതിൽ ഒരു കണ്ടക്ടർ പോകുമ്പോൾ 3 ഡ്യൂട്ടി. അതാണ് വിവേചനം. KSRTC ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നാളുകൾ ടൈം ടേബിൾ സെല്ലിൽ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതിനകത്തെ പോരായ്മകളെ സംബന്ധിച്ച് എല്ലാ വിമർശനവും സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. സ്വയം ഭരണാധികാരമുള്ള ഒരു സെല്ലല്ലത്. KSRTC മാനേജ്മെൻറ്റ് ഇറക്കുന്ന ഉത്തരവ് നടപ്പിലാക്കാൻ എന്നെ മാറ്റി ഇപ്പോൾ ഇരിക്കുന്ന ശ്രീ ഗോപകുമാറിനോ അതുപോലെ തന്നെ അവരെ എല്ലാം മാറ്റി ശ്രീ ഹരിദാസിനെ ഇരുത്തിയ ഹരിദാസിനോ ബാധ്യതയുണ്ട്. മാനേജ്മെന്റിലെ ജീവനക്കാരെ ഷെഡ്യൂൾ അത് ഞാൻ തീരുമാനിച്ചോളാം. കാരണം എന്നാ വെച്ചാൽ ഇൻസ്പെക്ടർമാർ ഇരിക്കേണ്ട സീറ്റിലേ ഞാൻ പോയിരുന്നുള്ളൂ. ഒരു കണ്ടക്ടറുടെ, ഒരു ഡ്രൈവറുടെ, ഒരു മെക്കാനിക്കിൻ്റെ സീറ്റിൽ പോയിരുന്നില്ല. അതിനകത്ത് ഹരിദാസിൻ്റെ ഉപദേശം വേണ്ട. രണ്ടാമത്തെ കാര്യം ഞാനൊരു ഷെഡ്യൂൾ ഒപ്പിട്ടുന്നു. ആ ഷെഡ്യൂൾ ഓടിക്കാൻ ഉണ്ടാക്കുന്ന ഷെഡ്യൂള് ടൈം ടേബിൾ സെല്ല് വഴിയോ അല്ലെങ്കിലോ ജനറലായി KSRTCയുടെ മാനേജ്മെൻ്റ് ആണല്ലോ. KSRTCയുടെ മാനേജ്മെൻറ്റ് പറയുന്ന റൂട്ടിലൂടെയല്ലേ ഞാൻ ഓടുന്നത്. അതല്ലാതെ എനിക്ക് എൻ്റെ റൂട്ട് നിശ്ചയിക്കാൻ കഴിയുമോ? ഇതെന്താ ടൈം ടേബിൾ സെല്ല് എന്ന് പറഞ്ഞ വല്ലാതെ ആക്ഷേപം. അവിടെ സ്വയം ഭരണാവകാശമുള്ള ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഇരിക്കുന്നില്ല. KSRTC മാനേജ്മെന്റ് ഇറക്കുന്ന ഉത്തരവ് ഇതിനകത്ത് ജീവനക്കാർക്ക് ഒരു അടിസ്ഥാനപരമായ സൗകര്യവുമില്ലാതെ ഞങ്ങൾ ഇന്നിപ്പോൾ 2 മണിക്ക് താമരശ്ശേരി നിന്ന് ഒരു ഗുരുവായൂർ സർവീസ് തുടങ്ങുകയാണെങ്കിൽ അത് രാത്രി 11:11 താമരശ്ശേരി എത്തുന്നു. പുലർച്ചെ 4 മണിക്ക് വീണ്ടും ആ സർവീസ് തുടങ്ങുന്നു. അത് ആ ടൈമുകൾ ഏകീകരിച്ച് 8 മണിക്കൂർ വിശ്രമം തരാതെ അങ്ങനെയുള്ള സർവീസുകൾ തുടങ്ങിയതിനെതിരെ ഞങ്ങൾക്ക് പ്രതിഷേധമല്ല. ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. ആ അടിസ്ഥാന സൗകര്യങ്ങൾ KSRTCയിൽ ഉണ്ടാക്കി വന്നിട്ട് അങ്ങനെ സംവിധാനം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എതിർപ്പില്ല. KSRTCയിൽ 6200 സിം
അതായത് മൊബൈലിൻ്റെ സിം ഉണ്ടായിരുന്നു. തച്ചങ്കരി വരുന്നത് വരെ, അതായത് 10-ാം മാസം വരെ അതിനകത്ത് പ്രതിമാസ വാടക 136 രൂപ. അദ്ദേഹത്തോട് ആരാണ്ട് ഇപ്പം അത് വാട്സാപ്പിൽ ഇത് മെസ്സേജ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു. അതിപ്പോൾ 33 രൂപ, അതായത് പ്രതിമാസ ലാഭം ഉണ്ടായിരിക്കുന്നത് 8,52,000. ഒരു വർഷം 1,22,00,000 രൂപ. ഇത് എന്തായാലും തച്ചങ്കരി വന്നതിന് ശേഷമാണല്ലോ. എനിക്ക് തച്ചങ്കരിയുടെ വക്കാലത്തില്ല. 2, കർണാടകത്തിലും കേരളത്തിലും ഡീസലിന് 2 രൂപയുടെ വ്യത്യാസം. ഇവിടെ ഇപ്പോൾ 4.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ലിറ്റർ ഡീസൽ ഒരു ദിവസം അടിക്കുന്നുണ്ട്. ഇപ്പോൾ അത് കുറച്ചു. എത്രയുണ്ടാണെന്ന് പ്രേക്ഷകർ ഒന്ന് കണക്ക് കൂട്ടിക്കോട്ടെ. ഇവരുടെ പ്രസ് റിലീസിൽ വന്നിരിക്കുന്നത് സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റത്തിലോട്ട് വന്നതുകൊണ്ട് 58.94 കോടി രൂപയുടെ വ്യത്യാസം വന്നു എന്ന് പറയും. ഞാൻ കണ്ട ഞങ്ങളൊക്കെ പണ്ട് മുതൽ പറയുന്ന KSRTC വരുമാനം ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയൊരു മേഖല കൊറിയർ. ഇപ്പോൾ രാവിലെ കാസർഗോഡ് നിന്നൊരു കത്ത് കൊടുത്താൽ വൈകിട്ട് തിരുവനന്തപുരത്ത് കിട്ടും. എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല? അത് നേരത്തെ 1.63 കോടിയായിരുന്നു, റീടെൻഡറിലൂടെ 7.3 കോടിയായി. പിന്നെ ബഹുമാനപ്പെട്ട ഹരീഷിൻ്റെയൊക്കെ യൂണിയൻ നേതാക്കൾ ഇതിനു മുമ്പ് അദ്ദേഹമല്ല ചർച്ചയ്ക്ക് വന്നപ്പോൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ബസ് ഹയർ ചെയ്യുന്നത് ഏതാണ്ട് വലിയ കുഴപ്പമാണ് എന്നുള്ളതാണ്. കർണാടകത്തിലെ 22% ബസ്സുകൾ ഹയർ ചെയ്തിരിക്കുക. ഇപ്പം ബഹുമാനപ്പെട്ട തോമസ് ഐസക് എന്തായാലും LDF അല്ലെന്ന് പറയാൻ പറ്റിയല്ലോ. അദ്ദേഹം ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു 407 ഇലക്ട്രിക്കൽ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് തിരുവനന്തപുരത്തോടും. ഈ 10 ബസ് ഇലക്ട്രിക്കൽ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ഓടിയപ്പോൾ പരസ്യ ഇനത്തിൽ മാത്രം 89.11 ലക്ഷം രൂപ ലാഭം കിട്ടി. അപ്പം ഇതൊക്കെ KSRTCയുടെ ഗുണത്തിനാണ്. അയാളേക്കാളും KSRTC ശമ്പളം മേടിച്ചുള്ളൂ. അയാൾക്ക് ഇതല്ലേ വേറൊരു പണിയുണ്ട്. അത് ആ പണിയിലോട്ട് അദ്ദേഹം പോയി. പക്ഷെ ഞാൻ കണ്ടത് ഒരു ടീം ക്യാപ്റ്റൻ അദ്ദേഹം കുറേ ചിലപ്പോൾ ഞങ്ങൾക്കിപ്പം വലിയ ബുദ്ധിമുട്ടുണ്ട്. പരീക്ഷണം പറഞ്ഞു ഞങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയുടെ പേരില്ല. ഇപ്പോഴെന്നല്ല, പണ്ടും ആ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷവും വെളുപ്പിനെ 5 മണിക്ക് ശേഷം കേരളത്തിലാകെ ഓടുന്നത് 100 ഓർഡിനറി സർവീസാണ്. സാമൂഹ്യ പ്രതിബദ്ധതയാണ്. ഞങ്ങൾക്കൊക്കെ മെയിൻ സിറ്റികളിൽ നിന്ന് ഞങ്ങൾക്ക് ഓർഡിനറി ബസ് കിട്ടണ്ടേ. സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലേഡ് വെച്ചിട്ടല്ലേ ഞങ്ങളെ ഓടിക്കാൻ നഷ്ടമെന്ന് പറയരുത്. അല്ല ഞാൻ പറഞ്ഞത് നഷ്ടത്തിൽ അങ്ങനെ കണ്ടമാനം ബസ്സുകൾ ഓടിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലാണ് രാത്രിയിൽ എന്തുകൊണ്ട് ഇവർ ഇത് ഓർഡിനറി ഓടിക്കുന്നില്ല? അപ്പോൾ ഞങ്ങളെയൊക്കെ പിടിച്ചു പറിച്ച ആണ് കൊണ്ടുപോകുന്നത്. എന്നിട്ടും ഇത് രക്ഷപ്പെടുന്നില്ല. ഒന്ന് പറഞ്ഞോട്ടെ, 2 മണിക്ക് ഒരു ജനശതാബ്ദി ഇപ്പോൾ 2:40 തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. കണ്ണൂരിൽ ഞങ്ങൾക്ക് ബസ് സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ടല്ല 11:30 രാത്രി ഞങ്ങളുടെ 3 ബസ് ഓർഡിനറി ബസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആളെ എടുത്തുകൊണ്ട് പോണത്. കാസർഗോഡ് വരെ ഓടിക്കുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഇതുപോലെ രാത്രി 10 മണിക്ക് 7 മണി കഴിഞ്ഞാൽ എത്ര പ്രൈവറ്റ് ബസ് നാട്ടിലുണ്ട്? 10 മണി കഴിഞ്ഞാൽ യാത്രക്കാരില്ല. 10 മണി വരെ ഞങ്ങൾ സ്റ്റേ സർവീസ് നടത്തുന്നില്ലേ? സിംഗിൾ ഡ്യൂട്ടി പരിഷ്കാരം നടപ്പിലാക്കിയപ്പോൾ KSRTCയുടെ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. ഒരു ഡ്യൂട്ടി സിംഗിളായി കഴിയുമ്പോൾ 16 മണിക്കൂറുള്ള 8 ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ 8 മണിക്കൂർ ഓടാം. അവശേഷിക്കുന്ന സമയത്തെ ജനങ്ങൾക്ക് യാത്ര ആവശ്യം ഉണ്ടാക്കാനും നമുക്ക് കുറഞ്ഞ യാത്രക്കാരെ തിരിച്ചു കിട്ടുന്നതിനും പുതിയ ഷെഡ്യൂൾ സുശീൽ ഖന്ന അതും പറഞ്ഞിട്ടുണ്ട്. ഫ്ലീറ്റ് യൂട്ടിലൈസേഷൻ 82% നിന്ന് 95% എത്തണമെന്ന്. KSRTCയുടെ ആകെ ഷെഡ്യൂളുകളുടെ എണ്ണം 5841. ഇപ്പം 4600 ഷെഡ്യൂളേ ഓടിക്കുന്നുള്ളൂ. ബസ്സിൻ്റെ കാര്യത്തിലും 82% താഴോട്ട് വരികയാണ്. 95% ഉപയോഗിക്കാൻ ഏറ്റവും എനിക്ക് പറയാം, ഈ ഹരിദാസ് ഉൾപ്പെടെ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു പ്രയോഗം ഞാൻ നടത്തി. KSRTCയുടെ വിഭവം സമ്പൂർണ്ണമായി സമാഹരിക്കണം, ശരിയാവണ്ണം വിനിയോഗിക്കണം. ഈ പുനരുദ്ധാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണ്. അന്നേരം ഹരിദാസ് ഉൾപ്പെടെ ചോദിച്ചു എവിടെയാണ് മാനവശേഷി ഒളിഞ്ഞിരിക്കുന്നത്? എന്നിട്ട് ഇവിടെ വന്ന് പറയുക സിംഗിൾ ഡ്യൂട്ടി ആക്കുക. അതുതന്നെയാണ് മാനവശേഷി ഒളിഞ്ഞിരിക്കുന്നത്. ശരി ഞങ്ങളല്ല, നിങ്ങളാ ഇതിന് മുഴുവൻ ഉടക്കു വെച്ചത്. ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിചാരിച്ചത്. ഈ KSRTC എന്ന് പറയുന്ന സ്ഥാപനം വ്യവസായ സ്ഥാപനമാണോ അതെയോ പബ്ലിക് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം, ഒരു സർവീസ് മേഖലയായിട്ടാണോ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത്? ആ ചോദ്യത്തിന് ഒരു ഉത്തരവും കൂടി ഡിജോ കാപ്പൻ തന്നെ തീരുള്ളൂ. ലാഭത്തിൽ മാത്രം പ്രവർത്തിക്കണം എന്നാണെങ്കിൽ ഈ സംവിധാനം ഒന്നും ഞങ്ങൾ 1 മാസം കൊണ്ട് ലാഭത്തിൽ ഉണ്ടാക്കി തരാം. കാരണം ലാഭമുള്ള മേഖല അല്ലാത്തോടത്ത് ഞങ്ങൾ വണ്ടി പോകേണ്ട കാര്യമില്ല. ഒരു തൊഴിലാളികളെ ഭാഗത്ത് അവസാനം ഈ ചർച്ചയിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഇടതുപക്ഷ സർക്കാർ വന്നിട്ട് 20 മാസക്കാലം ഞങ്ങൾക്ക് ശമ്പളമില്ല, ആനുകൂല്യമില്ല, ഒന്നുമില്ലാതെ തെണ്ടി തിരിഞ്ഞ് കവല ചട്ടമ്പിയുള്ള നടക്കുന്ന KSRTC. ഈ ടോമിൻ തച്ചങ്കരി IPS ചാർജ് എടുത്തതിന് ശേഷം 9 മാസക്കാലം പണിയെടുത്ത് 34 ശമ്പളം കിട്ടിയിട്ട് മീൻകാരനും പാൽക്കാരനും പത്രക്കാരനും പലവ്യഞ്ജന കടക്കാരനും ഞങ്ങളെ കാണുമ്പം ഒന്ന് വിഷു ചെയ്തിരുന്നു. തച്ചങ്കരി മാറി ശമ്പളം കിട്ടാത്ത കാര്യം വന്നപ്പോൾ KSRTCക്കാരനെ ആർക്കും വേണ്ടാത്ത സാഹചര്യം.
പക്ഷേ ഇവർ പറയുന്നത് ഈ നേതാക്കന്മാർ എല്ലാവരും സ്വയം ഡെവലപ്പായ ആളുകളാ. അവരെ ജീവിതത്തിൽ എല്ലാവരും ഡെവലപ്പാണ്. ഞങ്ങളെ പോലത്തെ സാധാരണ തൊഴിലാളികൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് അത്യന്താപേക്ഷമായ കാര്യമാണ്. ഈ നേതാക്കളെ സംബന്ധിച്ച് അവരുടെ ജീവിതം ഡെവലപ്പായി കഴിഞ്ഞു. ഞങ്ങളുടെ അതല്ല, അവർ സെറ്റിലായി കഴിഞ്ഞു. ഈ ഗവൺമെന്റ് വന്ന് ഏകദേശം 2.5 വർഷത്തിന് ശേഷമാണ് ശമ്പളം കൊടുക്കാവുന്ന അവസ്ഥയിലേക്ക് ഈ സ്ഥാപനത്തെ കൈപിടിച്ചുയർത്തിയിട്ടുള്ളത്. അതൊരു ഇടതുപക്ഷ നയത്തിന്റെ വിജയമാണത്. അത് തച്ചങ്കരിയുടെ വ്യക്തിപരമായ വിജയമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ചീഫ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അഴിമതി നടത്തുന്ന, പർച്ചേസിങ്ങിലും മറ്റും വലിയ അഴിമതി നടത്തുന്ന കള്ളന്മാരെ അവിടെ നിന്ന് പുറത്താക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏത് MD വന്നാലും അവരെ പിന്തിരിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഉള്ള ശക്തി ആ മാഫിയ സംഘത്തിനുണ്ട്. അവരെ തിരുത്തണം. ശബരിമല കാലത്തെ അവിടെ ശബരിമലയിൽ സാധാരണ ഈ 4000-ഓളം കണ്ടക്ടർമാർ പുറത്ത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുറത്ത് നിൽക്കുന്ന സമയത്താണ് അവിടെ ഈ സർവീസ് നടന്നത്. അത് പഴയ ഈ പരമ്പരാഗത സമ്പ്രദായത്തിന് പകരം വേറെ പുതിയ ഒരു സിസ്റ്റമാണ് അവിടെ നടപ്പാക്കിയത്. അതുകൊണ്ട് മാത്രമാണ് ഈ കണ്ടക്ടേഴ്സ് വളരെ കുറവുള്ള സമയത്ത് KSRTC അവിടെ സർവീസ് നടത്താനായത്. അതുകൊണ്ട് ഡ്രൈവർ മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. കണ്ടക്ടേഴ്സ് ടിക്കറ്റ് അവിടുന്ന് നേരത്തെ കൊടുത്ത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കൊടുത്തിട്ടാണ് സർവീസ് നടത്തിയത്. അത് MDയുടെ പ്രത്യേക ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് സാധിച്ചത്. ഇതിനെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് സംരക്ഷിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം താങ്കൾക്കുണ്ടെന്ന് താങ്കൾ കൊടുത്തിട്ടുള്ള കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാവില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ആദ്യം അദ്ദേഹത്തോട്, ഞാൻ കേരളത്തിൽ KSRTC ബസ് ഒരു പ്രൈവറ്റ് ബസ്സും കൂടെ വന്നാൽ ഞാൻ എപ്പോഴും KSRTC ബസ്സിലേ കയറുള്ളൂ. ഒന്നാമത്തെ കാര്യം യാത്രാ സുരക്ഷിതം. 2, എനിക്കും കൂടെ മുതൽ മുടക്കുള്ള ബസ്സാണ്. അപ്പം ഞാൻ വേറൊരു മുതൽ മുടക്കുള്ള കയറില്ലല്ലോ. ഞാൻ ഒരിക്കൽ പോലും ഞാൻ ആവശ്യമില്ലാത്ത തസ്തിക സൃഷ്ടിക്കരുത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നിൽക്കുന്നു. പിന്നെ മോട്ടോർ വാഹന നിയമത്തിൽ 8 മണിക്കൂറിൽ കൂടുതൽ യാത്ര ഒരു തൊഴിലാളിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നില്ലെന്ന് പറയുന്നത് പോലെ തന്നെ 3-2 സീറ്റുള്ള ബസ്സിൽ ഒരു കാരണവശാലും നിയമം അനുവദിക്കുന്നില്ല നിർത്തിക്കൊണ്ടു പോകാൻ. ഞാൻ കേസ് കൊടുത്താൽ ഞാൻ 100% ആ കേസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നിയമം പാലിച്ചാൽ നിങ്ങൾ സമ്മതിക്കും? ഞാൻ സമ്മതിക്കും. പിന്നെ കേട്ടോ, രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞല്ലോ 2014 പുനരുദ്ധാരണ പാക്കേജ് അനൗൺസ് ചെയ്തു. അതിനകത്ത് കൃത്യമായിട്ട് യാത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ, ജീവനക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. യാത്രക്കാർക്കിട്ടെല്ലാം നല്ല ബ്ലേഡ് വെച്ചു. 15 രൂപയ്ക്ക് 1 രൂപ. നമ്മൾ ഈ മസാല ദോശയ്ക്ക് ഒരു ഉഴുന്നുവടയും കൂടെ തരുന്നത് പോലെ 100 രൂപയ്ക്ക് 10 രൂപ. ഏതാ ഇൻഷുറൻസ് സെസ് എന്ന് പറഞ്ഞ് 1 രൂപ കേരളത്തിലെ യാത്രക്കാരന് അതിന്റെ പേര് കൊടുത്തിട്ടില്ല. എനിക്ക് എന്റെ തൊഴിലാളി സുഹൃത്തുക്കളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ ചോരണ്ടയിലെ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങളുടെ നേതാക്കന്മാർ വന്ന് പറയും. പക്ഷേ ഇങ്ങനെ പോയാൽ ഞങ്ങൾക്കുള്ള ദുഃഖം ഈ സ്ഥാപനം ഇനി അതിപ്പം ഞാൻ ഏറ്റവും അപകടകരമായി കാണുന്നത് ഹരികൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റാ. ഇക്കൊല്ലം കൂടെ 1000 കോടി കിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വരുന്ന വർഷങ്ങളിലൊക്കെ ഇനി തൊഴിലാളി സൗഹൃദ MD വന്നാൽ പോലും എങ്ങനെ ശമ്പളം കൊടുക്കാൻ പറ്റും? ട്രേഡ് യൂണിയൻ നേതാക്കൾ മിഡിൽ മാനേജ്മെന്റുകാരാണ്. അവർ ആ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുകയും ട്രേഡ് യൂണിയനെ വെച്ച് അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ മാറ്റം ഉണ്ടായില്ല എങ്കിൽ KSRTC തൊഴിലാളികൾ ഇപ്പോൾ ഏതൊക്കെയാലും തച്ചങ്കരി ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളത് റഫറൻഡം വരും. ഇപ്പോൾ ഇവര് സംയുക്ത സമരസമിതിയാണ്. ഇത് തച്ചങ്കരിയുടെ നയമല്ല, സംസ്ഥാന സർക്കാരിന്റെ നയമാണ്. യൂണിയൻ നേതൃത്വ സൗഹൃദ അതാണ്. യൂണിയൻ നേതൃത്വത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായങ്ങൾ, അനുകമ്പയൊന്നും വിമർശനം കൂടി താങ്കൾക്കുണ്ട്. ഏതായാലും ഈ ചർച്ച അവസാനിപ്പിക്കാൻ നേരമായിരിക്കുന്നു. സ്വന്തം സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് കൂടി ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്തം എല്ലാ മേഖലയിലെയും തൊഴിലാളികൾക്കുണ്ട് എന്നതുകൂടി എടുത്തു പറയണം. കോർപ്പറേഷന്റെ കാര്യത്തിൽ CMD മാറുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് അവകാശപ്പെടുന്നു തൊഴിലാളികൾ യൂണിയനുകൾ. അങ്ങനെ അവകാശപ്പെടുന്ന തൊഴിലാളി യൂണിയനുകൾക്ക് തുടർന്നങ്ങോട്ട് ലാഭകരമായി ഈ കോർപ്പറേഷനെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് അവരെങ്ങനെ നിറവേറ്റുന്നുവെന്ന് കാത്തിരുന്ന് കാണാം.